ശരിക്കും പഴയ കാലത്തെ ആളുകൾ ചെയ്തിരുന്ന ഒരു നാടൻ ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ കാലത്താണ് പല ഫേസ് പാക്ക് അങ്ങനെ അത് ഇത് കൊണ്ട് മോഡേൺ ആയിട്ടെല്ലാം ചെയ്യുന്നത്. ഇത് പണ്ടുള്ളവർ ചെയ്യുന്ന, ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോഴാണ് പുതിയ പുതിയ ഫേസ് പാക്കുകളും എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. ഇത് ശരിക്കും നമ്മുടെ നാടൻ പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞളും പിന്നെ ഉലുവയും, ഉലുവ പൊടിയും പച്ചമഞ്ഞൾ അരച്ചിട്ട് അതിൽ ഉലുവയുടെ പൊടി മിക്സ് ചെയ്തിട്ട് ആക്കി വെച്ചതാണ്. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പച്ചമഞ്ഞൾ എപ്പോഴും അരക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ മഞ്ഞൾ എടുത്തിട്ട് നമുക്കത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉലുവപ്പൊടിയും ചേർത്ത് തേക്കുന്ന സമയത്ത് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഉലുവപ്പൊടിയും പച്ചമഞ്ഞളും കൂടി മിക്സ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കൊക്കെ വെച്ചിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഉലുവപ്പൊടിയും ഒന്നും ഇല്ലെങ്കിലും വെറും പച്ചമഞ്ഞൾ അരച്ച് തേച്ചാലും നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പാലാണ്. പാല് നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ മഞ്ഞൾ തേക്കുമ്പോൾ പാല് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, മിക്സ് ചെയ്യുന്നത്. ഇനി ഓയിൽ സ്കിന്നാണെങ്കിൽ നമ്മൾ ഈ മഞ്ഞളും പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതി. നല്ല എഫക്റ്റീവ് കിട്ടുന്നൊരു സാധനമാണ്. പണ്ടുള്ളവൻ്റെ ഒക്കെ അഴക് എന്ന് പറയുന്നത് വെറുതെ അല്ല, ഈ ഒരു സാധനം തേച്ചിട്ടാണ്. നമ്മളൊക്കെ പണ്ട് വേറെ ഫേസ് പാക്കൊന്നും അറിയില്ല കേട്ടോ. ഈ പച്ചമഞ്ഞളും ഇതൊക്കെ തന്നെ തേക്കാറുള്ളൂ. അത് ചിലപ്പോൾ ഉലുവപ്പൊടി മിക്സ് ചെയ്യും, ചിലപ്പോൾ അതും ഇല്ല. വെറും പച്ചമഞ്ഞൾ അരച്ചിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളത്. അധികം ഈ പീരീഡ്സ് സമയത്തൊക്കെയാണ് ഇങ്ങനെ മഞ്ഞൾ തേക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ എന്ത് തേക്കുകയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും സ്കിന്നും ഒരേ ടൈപ്പല്ല. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്, നമ്മുടെ എല്ലാവരുടെയും സ്കിന്ന് വേറെ വേറെ ടൈപ്പാണ്. അതുകൊണ്ട് ഏത് ഫേസ് പാക്കോ എന്ത് തേക്കുകയാണെങ്കിലും, ഏത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തേക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തണം. അപ്പം ഞാൻ കയ്യിൽ ആദ്യം തേച്ച് നോക്കിയിട്ടാണ് എല്ലാ ഫേസ് പാക്കും ഇടാറുള്ളത്. ഇപ്പം ഞാൻ കയ്യിലൊക്കെ തേച്ച് അത് കുറച്ച് ഉണങ്ങാൻ സമ്മതിച്ചു. അതിന് ശേഷമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തത്. ഫേസിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ആകുമ്പോഴേക്കും ഒക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരം തേക്കൊന്നും വേണ്ട, ഒരു 20 മിനിറ്റൊക്കെ തേച്ചാൽ മതി. ഞാനൊരു 20 മിനിറ്റ് തേച്ചതിന് ശേഷം അതൊന്ന് ഉണങ്ങി വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കഴുകിയിട്ടുണ്ട്. സിമ്പിളായിട്ടൊന്ന് കഴുകി വന്നു. ഒരുപാട് ഉരക്കൊന്നും ചെയ്തില്ല. എന്തായാലും ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നെയാണ് ഇത് തേച്ചത്. അപ്പം ഞാൻ വെറുതെ സിമ്പിളായിട്ടൊന്ന് കഴുകി വന്നപ്പോൾ തന്നെ മുഖം നല്ലൊരു ഇതുണ്ട്. പക്ഷെ മഞ്ഞ കളറുണ്ട്. ഈ മഞ്ഞ കളർ പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ അപ്ലൈ ചെയ്യുന്നത്. വേറെ ഫേസ് പാക്കുകളാണെങ്കിലും ഞാൻ കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ നല്ല ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫേസ് പാക്ക് ഇടാറുള്ളത്. പക്ഷേ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഫേസ് വാഷും കുളിക്കുമ്പോൾ ഫേസ് വാഷൊന്നും യൂസ് ചെയ്യാറില്ല. വെറുതെ ഫേസിൽ പിന്നെ ഒന്നും സോപ്പ് തേക്കാറില്ല. ഇന്ന് ഞാൻ മഞ്ഞൾ ഇട്ട കാരണം കുളിച്ച് കഴിഞ്ഞിട്ടാണ് നന്നായി സോപ്പ് ഇട്ടിട്ട് ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് കഴുകിയത്. പക്ഷെ എനിക്ക് നല്ല ഒരു എന്താ പറയുക, നല്ല നാടൻ ലുക്ക് ഇല്ലേ. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു പണ്ടത്തെ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി തന്നെയാണ് ഇല്ലേ. ഇപ്പോൾ ഉള്ള എല്ലാത്തിനേക്കാളും എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു മോയ്സ്ചറൈസിങ് കൂടി തേച്ച് കൊടുക്കാം, അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലായി അറിയിക്കണം. എല്ലാവർക്കും ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.